ഹായ് എവരി വൺ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ 18th യൂണിറ്റാണ്, ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മുടെ ഡാറ്റ സെറ്റ്, എക്സൽ യൂസ് ചെയ്തിട്ടുള്ള ഈ ഡാറ്റ സെറ്റിൻ്റെ ചാർട്ട് ടൈപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ പറയുന്നത്. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചാർട്ടുകളുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നത് ചാർട്ട്സ് ആൻഡ് ഇറ്റ്സ് ടൈപ്സ് ആണ്. അപ്പോൾ ചാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എ സെറ്റ് ഓഫ് ഡിസ്പ്ലേ ടൂൾസാണ്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഡാറ്റ സെറ്റ് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് ഡിസ്പ്ലേ ടൂൾസാണ് ചാർട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ സൈസ് എന്താണ്, നമ്മുടെ കയ്യിലുള്ള പ്രോബ്ലത്തിനനുസരിച്ചിരിക്കും അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാർട്ട് ഫോർമാറ്റിൽ നമുക്ക് യൂസേഴ്സിന് നമ്മുടെ ഡാറ്റ ഈസിലി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചാർട്ട് ഫോർമാറ്റിൽ വിഷ്വലൈസ് ചെയ്തിട്ടുള്ള രീതിയിലോട്ട് മാറ്റി കഴിഞ്ഞാൽ എല്ലാവർക്കും ഓർത്തെടുക്കാനും അതുപോലെ മനസ്സിലാക്കാനും ഭയങ്കരമായിട്ട് ഈസി ആയിരിക്കും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ചാർട്ട് ടൈപ്പ് യൂസ് ചെയ്യുന്നത്. നമുക്ക് എക്സലിൽ നമ്മുടെ ഒരുപാട് ടൈപ്പ് ഓഫ് ചാർട്ടുകൾ നമുക്ക് അവൈലബിൾ ആണ്. There are various chart types available to visualize the data collected for a better and meaningful understanding. Okay. നമുക്കൊരു ചാർട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എക്സലിൽ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പുകളാണ് പിന്നെ പറയുന്നത്. അതായത് നമ്മുടെ ഡാറ്റ വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഡാറ്റ സെറ്റിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇൻസേർട്ട് ഓപ്ഷനിൽ നമ്മുടെ നമ്മളെ ടാബിലുള്ള ഇൻസേർട്ട് ഓപ്ഷനിൽ ഒരുപാട് റെക്കമെൻഡഡ് ചാർട്ട്സ് ഉണ്ടാവും. ഓട്ടോ ചാർട്ട്സ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിന്ന് ഒന്ന് ചൂസ് ചെയ്യാം. സെലക്ട് എ ചാർട്ട് ഫ്രം ദി റെക്കമെൻഡഡ് ചാർട്ട്സ് ആൻഡ് പ്രിവ്യൂ ദി സെയിം. എന്നിട്ട് നമുക്ക് അതിൻ്റെ പ്രിവ്യൂ ഒന്ന് നോക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊന്ന് നോക്കുക, നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണോ അല്ലയോ ഒന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചൂസ് എ ബെസ്റ്റ് ഫിറ്റ് ആസ് പെർ യുവർ റിക്വയർമെൻറ്റ് ഫോർ ഡാറ്റ റെപ്രസെൻറ്റേഷൻ. നമ്മുടെ ബെസ്റ്റ് ഫിറ്റിനുള്ളത് പിന്നെ നമുക്ക് ഡാറ്റ റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ട്രെൻഡ് ലൈനാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എന്താ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പുകളാണ് പിന്നെ താഴെ പറഞ്ഞിട്ടുള്ളത്. ക്ലിക്ക് ഓൺ ഡാറ്റ സെറ്റ് പ്രിപ്പയർഡ് ഫോർ ക്രിയേറ്റിംഗ് ട്രെൻഡ് ലൈൻസ്. നമുക്ക് ഡാറ്റ സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രെൻഡ് ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റ സെറ്റ് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് നമുക്ക് ചാർട്ട് എലമെൻ്റ് അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ സെലക്ട് ചെയ്യുക ട്രെൻഡ് ലൈൻ സെലക്ട് ചെയ്യുക. ചൂസ് ദി ടൈപ്പ് ഓഫ് ട്രെൻഡ് ലൈൻ ഫ്രം ഇറ്റ്സ് ടൈപ്സ് ലൈക്ക് ലീനിയർ വേണോ, എക്സ്പൊണൻഷ്യൽ വേണോ, മൂവിങ് ആവറേജ് വേണോ എന്നുള്ളത് പിന്നെ നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ. അതുപോലെ യൂസർ ക്യാൻ ചൂസ് ഫ്രം ഫോളോയിങ് ടൈപ്സ് ഓഫ് ചാർട്ട് ഓഫ് ഡാറ്റ വിഷ്വലൈസേഷൻ ആർ പെർ റിക്വയർമെൻറ്റ്സ്. എന്തൊക്കെ ടൈപ്സ് ഓഫ് ചാർട്ട്സാണ് നമുക്ക് ഉള്ളത് നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വരുന്നത് കോളം ചാർട്ടാണ്. കോളം ചാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ ആർ മെനി കൈൻഡ്സ് അവൈലബിൾ ഇൻ MS Excel ലൈക്ക് ക്ലസ്റ്റേർഡ് കോളം, സ്റ്റാക്ക്ഡ് കോളം, 3D വിഷ്വലൈസേഷൻ അവൈലബിൾ ഫോർ ദി സെയിം കൈൻഡ് ഓഫ് ചാർട്ട്സ്. അതായത് കോളം ചാർട്ടിൽ തന്നെ ക്ലസ്റ്റേർഡ് കോളവും അതുപോലെ സ്റ്റാക്ക്ഡ് കോളം അതുപോലെ 3D വിഷ്വലൈസേഷനും വരുന്നുണ്ട്. പിന്നുള്ളത് ലൈൻ ചാർട്ടാണ്. ലൈൻ ചാർട്ട് നമ്മുടെ സ്റ്റാക്ക്ഡ് ലൈനും അതുപോലെ മാർക്ക്ഡ് ലൈനും 3D വിഷ്വലൈസേഷൻ ചാർട്ടും അതിലും നമുക്ക് അവൈലബിൾ ആണ്. പിന്നുള്ളത് പൈ ചാർട്ടാണ്. പൈ ചാർട്ട് നമുക്കറിയാം സർക്കിളിൽ വരുന്നതാണ് പൈ ചാർട്ട് എന്ന് പറയുന്നത്. വെറൈറ്റി ഓഫ് പൈ ചാർട്ട്സ് ആർ അവൈലബിൾ ഇൻ MS Excel സച്ച് ആസ് പൈ ഓഫ് പൈ, ഡോണറ്റ് ആൻഡ് 3D വിഷ്വലൈസേഷൻ ഫോർ ദി സെയിം. ഓക്കെ. പിന്നുള്ളത് ബാർ ചാർട്ടാണ്. സിമിലർ ടു കോളം ചാർട്ട്. ദീസ് ചാർട്ട് ആർ ഹൊറിസോണ്ടലി സ്പ്രെഡാണ്. ഹൊറിസോണ്ടലായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മുടെ ബാർ ചാർട്ടിനെ പോലെ കോളം ചാർട്ടിനെ പോലെ ഹൊറിസോണ്ടലായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ചാർട്ടാണ് ബാർ ചാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ചാർട്ട്സ് ലൈക്ക് ലിസ്റ്റഡ്, സ്റ്റേക്കഡ് ആൻഡ് 3D വിഷ്വലൈസേഷൻ ഓഫ് ദിസ് ചാർട്ട് ആർ അവൈലബിൾ. അതിലും നമുക്ക് 3 ഓപ്ഷൻസും 3 വെറൈറ്റി ഓഫ് ചാർട്ടുകളും നമുക്ക് അവൈലബിൾ ആണ്. പിന്നുള്ളത് ഏരിയ ചാർട്ട്സ് ആണ്. വേരിയസ് ഏരിയ ചാർട്ട്സ് ആർ പ്രൊവൈഡഡ് ഇൻ MS Excel ലൈക്ക് സ്റ്റാക്ക്ഡ് ഏരിയ ചാർട്ട്, 3D വിഷ്വലൈസേഷൻ ഓഫ് ദി സെയിം ആർ ഓൾസോ അവൈലബിൾ. ഓക്കെ. ഇതൊക്കെ 3D വിഷ്വലൈസേഷനും നമുക്ക് അവൈലബിൾ ആണ്. പിന്നുള്ളത് XY സ്കാറ്റർ ചാർട്ടാണ്. നമുക്കറിയാം XY ആക്സസിൽ കൊടുത്തിട്ടുള്ള സ്കാറ്റർ ചാർട്ട്. അതായത് സ്കാറ്റർ ചാർട്ട്സ് ആർ നൈസ് അഡീഷൻ ടു ദി പൂൾ ഓഫ് Scatter charts are a nice addition to the pool of chart available in MS Excel. Charts such as smooth lines or with markers, straight lines and bubble chart നമ്മുടെ XY ചാർട്ടിൽ അവൈലബിൾ ആണ്. പിന്നുള്ളത് സ്റ്റോക്ക് ചാർട്ടാണ്. ദിസ് ചാർട്ട് കമ്മിങ് ടു യൂസ് വെൻ യു നീഡ് ടു ഇൻറ്ററപ്റ്റ് ഡാറ്റ റിലേറ്റഡ് ടു സ്റ്റോക്ക് ആൻഡ് സെക്യൂരിറ്റീസ്. അതായത് സ്റ്റോക്ക് ചാർട്ട്സ്, സ്റ്റോക്കായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചാർട്ട്സ്, അതായത് വേരിയസ് കൈൻഡ്സ് അവൈലബിൾ ലൈക്ക് ഹൈ ലോ ക്ലോസ്, ഓപ്പൺ ഹൈ ലോ ക്ലോസ്, വോളിയം ഹൈ ലോ ക്ലോസ് ആൻഡ് വോളിയം ഓപ്പൺ ഹൈ ലോ ക്ലോസ് ഒക്കെയാണ് ഈ ഒരു സ്റ്റോക്ക് ചാർട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത്.
ദെൻ സർഫസ് ചാർട്ടാണ്. ദിസ് ചാർട്ട് ക്യാൻ ബി യൂസ്ഡ് ടു ഷോക്കേസ് എ ഡാറ്റ സെറ്റ് ഇൻ എ മോർ വിഷ്വൽ വേ. ചാർട്ട്സ് സച്ച് ആസ് 3D സർഫസ്, വയർഫ്രെയിം കൗണ്ടർ ആൻഡ് വയർഫ്രെയിം കൗണ്ടർ ആർ അവൈലബിൾ ഇൻ MS Excel. ഓക്കെ, നെക്സ്റ്റ് നമ്മളെ ടോപ്പിക്ക് വരുന്നത് പ്രിപ്പയറിങ് യുവർ ഡാറ്റയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അതായത് നമ്മൾ വേരിയസ് ആക്ടിവിറ്റീസിലൂടെ ജനറേറ്റ് ചെയ്യുന്ന ഡാറ്റ നമ്മൾ എങ്ങനെയാണ് പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ചാർട്ടുകൾ വെച്ചിട്ടാണ് നമ്മളിതിന് പ്രസൻറ്റേഷന് പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ ഈ ഡാറ്റ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സിമ്പിൾ പ്രോസസ്സസാണ് ലീഡ് ചെയ്യുന്നത്. ഈ ഒരു ഡാറ്റ പിന്നെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആക്കിയിട്ട് ട്രാൻസ്ഫോം ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഇതിനെ പിന്നെ ഫർദർ അനാലിസിസിനും അതുപോലെ പുതിയ പുതിയ നിഗമനങ്ങൾ ജനറേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ എന്തുണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, അതായത് പിന്നെ ഇതിനെ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇറ്റ് റിക്വയേഴ്സ് ഫർദർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പോയിൻറ്റ് ടു പ്രിപ്പയർ ഡാറ്റ സെറ്റ്. അതായത് പിന്നെ നമുക്ക് എന്താ പറയുക, പിന്നീടുള്ള അണ്ടർസ്റ്റാൻഡിങ്, അതായത് ഡാറ്റ സെറ്റ് പ്രിപ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന പോയിൻറ്റ്സിനെ മനസ്സിലാക്കാനും പിന്നീട് നമ്മളിതിനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രിപ്പയർ ഡാറ്റ സെറ്റ് എങ്ങനത്തെ ഡാറ്റ സെറ്റാണ്, സച്ച് ആസ് വേരിയബിൾസ് യൂസ്ഡ് അലോങ് വിത്ത് ട്രാൻസാക്ഷണൽ ഔട്ട്കംസ്. അതായത് ട്രാൻസാക്ഷണൽ ഔട്ട്കംസ് ആക്കി യൂസ് ചെയ്യുന്ന വേരിയബിൾസ്, അതുപോലെ ഡാറ്റ ജനറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡാറ്റ പോയിൻറ്റ്സ്, അങ്ങനത്തെ ഇതിനൊക്കെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പിന്നെ ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ദീസ് പോയിൻറ്റ്സ് ഹെൽപ്സ് ടുവാർഡ്സ് ദി എക്സ്ചേഞ്ച് ഓഫ് ഡാറ്റ. പിന്നെ ഈ പോയിൻറ്റ്സ് എന്തിനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്, ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യാനും അതുപോലെ പുതിയ ഇൻഫർമേഷൻ പ്ലാൻ ചെയ്യുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാനും അതുപോലെ പ്രോസസ്സിൻ്റെ ഔട്ട്കം കിട്ടാനും ഒക്കെ നമുക്ക് ഇത് ഹെൽപ്ഫുള്ളാണ്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ഡാറ്റ ഐഡൻറ്റിഫിക്കേഷൻ എമേർജസ് ആൻഡ് ലീഡ്സ് ടുവാർഡ്സ് എ ക്ലിയർ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഡാറ്റ യൂസിങ് ചാർട്ട്സ് ആൻഡ് ഗ്രാഫ്സ്. അതായത് ഡാറ്റ ഐഡൻറ്റിഫിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താ ലീഡ് ചെയ്യുന്നത് വെച്ചാൽ ചാർട്ടും ഗ്രാഫുകളും വെച്ചിട്ട് നമുക്ക് ഡാറ്റാനെ കുറിച്ചുള്ള ഒരു ക്ലിയർ ഡിസ്ക്രിപ്ഷൻ നമുക്ക് എന്ത് ചെയ്യും കിട്ടും. ദി കറക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഡാറ്റ ടൈപ്സ് ആൻഡ് ദെയർ റെസ്പെക്റ്റീവ് ടാബുലേഷൻ ആൻഡ് പ്രിപ്പറേഷൻ ഇൻഫ്ലുവൻസ് ആൻഡ് ഇൻ ദി ഇൻഫറൻസ് ത്രൂ ഇറ്റ്സ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. അതായത് നമ്മളെ ഒരു ഡാറ്റാനെ കുറിച്ചുള്ള ആ ഡാറ്റാൻ്റെ കറക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഡാറ്റാനെ കുറിച്ചുള്ള ഡാറ്റ ടൈപ്സും അതുപോലെ അതിൻ്റെ ടാബുലേഷനും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യാനും ഒക്കെ നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലൂടെ നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ഡാറ്റ കളക്ഷൻ ഷോൾ ഹാപ്പൺ ബൈ മീൻസ് ഓഫ് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ ഓഫ് പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടെസ്റ്റ്. അതായത് പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ നമ്മളെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ടാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. എ സെറ്റ് ഓഫ് കറക്റ്റ് ഡാറ്റ കളക്റ്റഡ് സപ്പോർട്ട് ടു പെർഫോം ബെറ്റർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. അതായത് കറക്റ്റായിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഇറ്റ് സപ്പോർട്ട്സ് ടു പെർഫോം ബെറ്റർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതുപോലെ ഡാറ്റ കളക്ഷൻ ഹാപ്പൻസ് ത്രൂ പ്ലാൻഡ് ഒബ്സർവേഷൻ ഫോർ ക്യാരിങ് ഔട്ട് മെഷർമെൻറ്റ് ഓഫ് വൺ ഓർ മോർ വേരിയബിൾസ്. അതുപോലെ ഡാറ്റ കളക്ഷൻ എന്തിനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതായത് പ്ലാൻഡ് ഒബ്സർവേഷനിലൂടെയാണ് ഡാറ്റ കളക്ഷൻ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വൺ ഓർ മോർ വേരിയബിൾസിൻ്റെ മെഷർമെൻറ്റും ഇത് ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ട്. വേരിയബിൾസിൻ്റെ മെഷർമെൻറ്റും ഈ ഒരു എന്താ പറയുക നമ്മുടെ പ്ലാൻഡ് ഒബ്സർവേഷനിലുള്ള ഡാറ്റ കളക്ഷൻ ആയതുകൊണ്ട് തന്നെ അതിനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദീസ് വേരിയബിൾസ് കൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ എ ഡാറ്റ ബെയർ മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ആട്രിബ്യൂട്ട്. ഈ ഒരു വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഡാറ്റേൻ്റെ ആട്രിബ്യൂട്ട്സോ അല്ലെങ്കിൽ അതിൻ്റെ മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്സോ ആവാം. ഓക്കെ, ദീസ് വേരിയബിൾസ് ആർ, ഈ വേരിയബിൾസിനെ ഡിവൈഡഡ് ഇൻറ്റു 2 ലാർജ് ഗ്രൂപ്പ്സ് ഓഫ് കാറ്റഗറിക്കൽ ആൻഡ് ന്യൂമറിക്കൽ വേരിയബിൾസ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അതായത് കാറ്റഗറിക്കൽ മീൻസ് ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ്, അതുപോലെ ന്യൂമറിക്കൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ് ആക്കിയിട്ട് ഇങ്ങനെ രണ്ടെണ്ണാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കാറ്റഗറിക്കൽ ഒരു ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് ഫർദർ
ഡിവൈഡഡ് ഇൻറ്റു അതായത് കാറ്റഗറിക്കൽ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് വേരിയബിൾസിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് ഡൈക്കോട്ടോമസ് നോമിനൽ ആൻഡ് കാർഡിനൽ ഓർ ഓർഡിനൽ വേരിയബിൾസ് ആക്കിയിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുന്നത്, അതായത് നമുക്ക് പിന്നെ എന്താ പറയുക, ഡാറ്റ കളക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന എന്താ പറയുക വേരിയബിൾസ്, ആ വേരിയബിൾസിനെ നമ്മൾ രണ്ടായിട്ട് കാറ്റഗറിക്കൽ ആൻഡ് ന്യൂമറിക്കൽ വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കാറ്റഗറിക്കൽ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് വേരിയബിളിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് ഡൈക്കോട്ടോമസ് അതുപോലെ നോമിനൽ വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഡൈക്കോട്ടോമസ് വേരിയബിൾസ് ആർ ബൈനറി ഇൻ നാച്ചുറൽ, അതായത് ബൈനറി ആണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് 2 സ്റ്റേറ്റ് ആണുള്ളത്. എന്നാൽ കാർഡിനൽ ഓർ ഓർഡിനൽ വേരിയബിൾസിന് 3 സ്റ്റേറ്റ്സ് ഉണ്ട്. ഓക്കെ, അത് എന്താ പറയുക, ഇതിനൊരു എന്താ പറയുക കൃത്യമായിട്ടുള്ളൊരു ഓർഡർ ഉണ്ടാവും ഇതിന് കാർഡിനൽ ഓർ ഓർഡിനൽ വേരിയബിൾസിന്. അതുപോലെ നോമിനൽ വേരിയബിൾസ് ആൾസോ ഹാവ് 3 or more categories ബട്ട് നോ ഓർഡർ. അതായത് നോമിനൽ വേരിയബിൾസിനും എന്തുണ്ട് 3 or more categories ഉണ്ട്, പക്ഷേ എന്താണ് സ്റ്റേറ്റ് ഉണ്ടെങ്കിലും ഇത് ഒരു ഓർഡർ ഇല്ല. കാർഡിനൽ ഓർ ഓർഡിനലിൻ്റെ മാതിരി ഒരു ഓർഡർ ഇതിനുണ്ടാവില്ല. അതായത് നമ്മുടെ ഐലൻഡ്സിൻ്റെ കളർ കോഡിങ് പറയുന്ന പോലെ ബ്രൗൺ, ചിലർക്ക് ബ്ലാക്ക് ഉണ്ടാവും, ബ്രൗൺ ഉണ്ടാവും, ബ്ലൂ ഉണ്ടാവും, ഗ്രീൻ ഉണ്ടാവും, ഗ്രേ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് പറയുമ്പോൾ എന്താ എ ഉണ്ടാവും, ബി ഓ ഒക്കെ ഉണ്ടാവും അല്ലേ. പലർക്കും പലതാണ് ഉണ്ടാവുക. അപ്പോൾ പലതരത്തിലുള്ള കാറ്റഗറൈസേഷൻ ഉണ്ട് നോമിനലിന്. ഓക്കെ, പക്ഷെ ഇതിനൊന്നും ഉണ്ടാവില്ല, ഒരു ഓർഡർ ഉണ്ടാവില്ല, ഓരോന്നിൽ എത്ര ആൾക്കാരുണ്ട് എന്നുള്ളത് അറിയില്ല അല്ലേ. അതുപോലെ ന്യൂമറിക്കൽ ഓർ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ് ഫർദർ ഡിവൈഡഡ് ഇൻറ്റു കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രീറ്റ് വേരിയബിൾസ്. അതായത് കാറ്റഗറിക്കൽ ഓർ ക്വാളിറ്റേറ്റീവ് വേരിയബിൾസിനെയാണ് നമ്മൾ പിന്നെ ഡൈക്കോട്ടോമസും നോമിനലും ഒക്കെ ആക്കി മാറ്റിയിട്ടുള്ളത്. അപ്പോൾ നോമിനലും എന്താ പറയുക ഇതിൻ്റെ എത്ര സ്റ്റേറ്റുകൾ ഉണ്ടെന്നും ഫർദർ വീണ്ടും എത്ര എങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇനി ന്യൂമറിക്കലാണ് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസിന് ഫർദർ ഡിവൈഡഡ് ഇൻറ്റു വീണ്ടും ഡിവൈഡ് ചെയ്തു, എത്ര 2 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രീറ്റ് വേരിയബിൾസ്. അതിൽ കണ്ടിന്യൂസ് വേരിയബിൾസ് മെഷർ ത്രൂ കണ്ടിന്യൂസ് സ്കെയിൽ. അതായത് നമ്മളിപ്പോൾ എന്താ പറയുക നമ്മുടെ ഡെസിമൽ പ്ലേസ് ഒക്കെ ഉള്ള മെഷർമെൻറ്റിനെയാണ് കണ്ടിന്യൂസ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ദി മെഷറിംഗ് കപ്പാസിറ്റി ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ലൈക്ക് അതായത് വെയിങ് സ്കെയില്, ലെങ്ത് മെഷറിങ് ടേപ്സ്, സ്റ്റോപ്പ് വാച്ച്, അതൊക്കെയാണ് നമ്മളെ കണ്ടിന്യൂസ് വേരിയബിൾസിൽ വിടുക. ഡിസ്ക്രീറ്റ് വേരിയബിൾസിലായാലോ അതായത് നമ്മൾ നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ ക്ലാസ്, അതുപോലെ നമ്മൾ കൗണ്ട് ചെയ്യുമല്ലോ, അതാണ് ഡിസ്ക്രീറ്റ് വേരിയബിൾസ് ആയിട്ട് യൂസ് ചെയ്യുക. മെഷർ ത്രൂ ന്യൂമറിക്കൽ വാല്യൂ സ്റ്റോർഡ് അഗെയിൻസ്റ്റ് സം മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ യൂസ്ഡ് ഫോർ അഗ്രിഗേഷൻ ഓഫ് സം ഹോൾ നമ്പേഴ്സ്. ഓക്കെ, അതൊക്കെയാണ് ഡിസ്ക്രീറ്റ് വേരിയബിൾസിൽ വരിക. ഇനി കോളം ചാർട്ട്, ബാർ ചാർട്ട് ഓർ ലൈൻ ചാർട്ട് ഫോർ സിംഗിൾ ഓർ മൾട്ടിപ്പിൾ ഡാറ്റ സെറ്റ്സ് ആർ ഡ്രോൺ യൂസിങ് 2 ആക്സിസ് ചാർട്ട്സ്. അതായത് എക്സ് ആക്സിസ് കോൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും, അതായത് ചാർട്ട് നമ്മൾ വരയ്ക്കുമ്പം എക്സ് ആക്സിസ് ഉണ്ടാവും, വൈ ആക്സിസ് ഉണ്ടാവും. എക്സ് ആക്സിസ് നമുക്ക് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും, അതുപോലെ വൈ ആക്സിസ് റിഫ്ലക്ട്സ് ദി ഡാറ്റ കോൺസ്റ്റിറ്റ്യൂട്ട് വിത്ത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ് നമ്മൾ വൈ ആക്സിസ് യൂസ് ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് മൾട്ടിപ്പിൾ ഡാറ്റ സെറ്റിൻ്റെ കേസിലാണെങ്കിൽ കോളം ഓർ ബാർ ചാർട്ട് ഷോൺ ആസ് ക്ലസ്റ്റേർഡ് ചാർട്ട്സ് മെയിൻലി യൂസ്ഡ് ടു ഡിസ്പ്ലേ ദി കമ്പാരിസൺ എമംഗ്സ് കോമ്പറ്റേറ്റീവ് ഐറ്റംസ് വിത്ത് ദി സെയിം റേഞ്ച് ഓഫ് മെഷർ. അതായത് നമ്മൾ മൾട്ടിപ്പിൾ ഡാറ്റ സെറ്റിൻ്റെ കേസിൽ കോളം ഓർ ബാർ ചാർട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പം ക്ലസ്റ്റർ ചാർട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ കോമ്പറ്റേറ്റീവ് ഐറ്റംസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദീസ് ടൈപ്സ് ഓഫ് ചാർട്ട് യൂസ്ഡ് ഫോർ കമ്പാരിറ്റീവ് അനാലിസിസ് ഫോർ ഡിഫറെൻറ്റ് ഡാറ്റ സെറ്റ്സ് ബിലോങ് ദി സെയിം കാറ്റഗറി. അതായത് സെയിം കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ഡിഫറെൻറ്റ് ഡാറ്റ സെറ്റിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാർ ചാർട്ടും കോളം ചാർട്ടൊക്കെ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. നെക്സ്റ്റ് നമ്മളെ ടോപ്പിക്ക് വരുന്നത് ട്രാൻസ്ഫോമിങ് യുവർ ഡാറ്റ ഇൻ ടു ചാർട്ട്സ്. ഇനി നമ്മുടെ ഡാറ്റ ചാർട്ടാക്കിയിട്ട് നമ്മൾ മാറ്റുകയാണ്.
നോക്കാം നമുക്ക്. ആസ് ഡിസ്കസ്ഡ് ഇൻ പ്രീവിയസ് സെക്ഷൻ, ഡാറ്റ കളക്ഷൻ ഹാപ്പൻസ് ത്രൂ വേരിയബിൾസ്. ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത് വേരിയബിൾസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലേ. ഡാറ്റ കളക്ഷൻ ത്രൂ പ്ലാൻഡ് ഒബ്സർവേഷൻ ഈസ് സ്റ്റോർഡ് ആസ് ഡാറ്റ സെറ്റ് ബൈ വൺ ഓർ മോർ വേരിയബിൾസ്. അതായത് ഡാറ്റ സെറ്റിനെ വൺ ഓർ മോർ വേരിയബിൾസിലൂടെ സ്റ്റോർ ചെയ്തിട്ട് ഒബ്സർവ് ചെയ്തിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. ദീസ് ഡാറ്റ സെറ്റ് യൂഷ്വലി ഡിസ്പ്ലേഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ചാർട്ട് ഓർ ഗ്രാഫ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ടൈപ്പ് ഓഫ് ഡാറ്റ യൂസ്ഡ് ഫോർ ഡിസ്പ്ലേ. അതായത് ഈ ഡാറ്റ സെറ്റിനെ പിന്നെ നമ്മൾ യൂഷ്വലി എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുക? വിത്ത് ദി ഹെൽപ്പ് ഓഫ് ചാർട്ടിൻ്റെ ഗ്രാഫിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഇതിനെ ഡിസ്പ്ലേ ചെയ്യുക. അതിനെന്തിനെ ആശ്രയിച്ചിരിക്കും? അതായത് ഡാറ്റ യൂസ്ഡ് ഫോർ ഡിസ്പ്ലേ, നമ്മൾ എന്ത് ടൈപ്പ് ഡാറ്റയാണ് ഡിസ്പ്ലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത് അതനുസരിച്ചിരിക്കും അതിൻ്റെ എന്താ പറയുക ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഓക്കെ, യു ആർ റിക്വയർഡ് ടു ട്രാൻസ്ഫോം ദി റിക്വയർഡ് ഡാറ്റ ബിഫോർ ഡിസ്പ്ലേയിങ് ഇൻ ദി ചാർട്ട് ഓർ ഗ്രാഫ്. അതായത് നമ്മളൊരു എന്താ പറയുക ചാർട്ടോ ഗ്രാഫോ ഡിസ്പ്ലേ ചെയ്യുന്നതിന് മുന്നേ നമ്മളെ ഡാറ്റ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ, ഫോർ എക്സാമ്പിളായിട്ട് എ ഡാറ്റ സെറ്റ് ഹാവിങ് എ സർവേ അബൌട്ട് ടൈപ്പ് ഓഫ് ഫുഡ് മോസ്റ്റ് ലൈക്ക്ഡ് ബൈ പീപ്പിൾ വൈൽ ഡൈനിങ് ഔട്ട്. അതായത് ഒരു സർവേ ആണ്, അതായത് ടൈപ്പ് ഓഫ് ഫുഡ് മോസ്റ്റ് ലൈക്ക്ഡ് ബൈ പീപ്പിൾ. അതായത് നമ്മൾ എന്താ പറയുക ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഫുഡ് ഐറ്റം ഏതാണെന്നുള്ളത് നമ്മൾ സർവേ നടത്തുകയാണെങ്കിലും ദി സെയിം ഷാൾ ബി സ്റ്റോർഡ് ആസ് ദ ഫ്രീക്വൻസി കൗണ്ട് ഓഫ് ഓപ്റ്റഡ് ഫുഡ് ചോയ്സസ്. അപ്പോൾ ഈ സെയിം തന്നെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുക. അതായത് ഫ്രീക്വൻസി ആയിട്ടോ അല്ലെങ്കിൽ കൗണ്ട് ഓഫ് ഓപ്റ്റഡ് ഫുഡ് ചോയ്സസ് ആയിട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ സെയിം തന്നെയാണ്. നമ്മൾക്ക് ബാർ ചാർട്ടോ അല്ലെങ്കിൽ പൈ ചാർട്ടോ ആണ് ഇതിന് മോസ്റ്റ് അത് ഡിസ്പ്ലേ ചെയ്യാൻ, ഈ ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്യാൻ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ടേബിൾ നോക്കുക. ചൈനീസ് 27, സ്പാനിഷ് 5, കൊറിയൻ 12, മുഗളായി 35, ഇറ്റാലിയൻ 15, ഇന്ത്യൻ 45. അത്രയാണ് നമ്മുടെ ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. ആ ഒരു സാധനത്തിന് നമ്മൾ ബാർ ചാർട്ട് വെച്ചിട്ടും അതുപോലെ പൈ ചാർട്ട് വെച്ചിട്ടും ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾ പിക്ചറിൽ കാണുന്നത്. ഫിഗർ 18.2നും 18.3ലും. ഓക്കെ, ഇനി എന്താ പറയുന്നത് വെച്ചാൽ ഡൈക്കോട്ടോമസ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിനെ നമ്മൾ പറഞ്ഞു. ആ ഡൈക്കോട്ടോമസ് വേരിയബിളിന് 2 സെറ്റ് സ്റ്റേറ്റ്സ് ആണ് ഉള്ളത് എന്ന് പറഞ്ഞു. 2 സ്റ്റേറ്റ് ടു റെക്കോർഡ് ചെയ്യാൻ 2 സ്റ്റേറ്റ്സ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെയിം തന്നെയാണ് പൈ ചാർട്ട് വെച്ചിട്ട് ബാർ ചാർട്ട് വെച്ചിട്ടും ചെയ്യുക. പക്ഷേ പൈ ചാർട്ടാണ് ഒന്നും കൂടെ ബാർ ചാർട്ടിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നും കൂടെ ബെറ്റർ പൈ ചാർട്ടാണ്. ഓക്കെ, ഇനി ഇൻ കേസ് ഓഫ് കാർഡിനൽ ഓർ ഓർഡിനൽ ഡാറ്റ സെറ്റ്, കാർഡിനൽ ഓർ ഓർഡിനൽ ഡാറ്റ സെറ്റ് ആണെങ്കിൽ ഔട്ട്കം ഡിസ്പ്ലേ ചെയ്യുന്നത് എന്താണ്? ബാർ ചാർട്ടോ അല്ലെങ്കിൽ ഹിസ്റ്റോഗ്രാമോ വെച്ചിട്ടാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. അതതിൻ്റെ ഇൻ്റർവെൽ ഓഫ് റേഞ്ചിനനുസരിച്ചിരിക്കും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുക. ഇനി കണ്ടിന്യൂവസ് ഡാറ്റ, അതായത് നമ്മളെ സ്റ്റുഡൻസിൻ്റെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഡാറ്റ കളക്ഷൻ ആണെങ്കിൽ നമ്മളിങ്ങനെ യൂസ് ചെയ്യുക? യൂസിങ് ഹിസ്റ്റോഗ്രാം യൂസ് ചെയ്തിട്ടാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുക. ആൻഡ് ഡിസ്ക്രീറ്റ് ഡാറ്റ, അതായത് നമ്മളെ സ്ട്രെങ്ത് ഓഫ് സ്റ്റുഡൻറ്റ് കൗണ്ട് ചെയ്യുമ്പം, ക്ലാസ്സിലെ സ്റ്റുഡൻറ്റിൻ്റെ സ്ട്രെങ്ത്ത് കൗണ്ട് ചെയ്യുമ്പം ഇൻ എ ക്ലാസ് അക്കോർഡ് ആൻഡ് ബിറ്റ്സ് ഓഫ് ഡാറ്റ റേഞ്ച് ഓർ കാറ്റഗറീസ് ഡിസ്പ്ലേഡ് യൂസിങ് ബാർ ചാർട്ടോ അല്ലെങ്കിൽ കോളം ചാർട്ടോ വെച്ചിട്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? കാർഡിനൽ ഓർ ഓർഡിനൽ ഡാറ്റ സെറ്റ് ആണെങ്കിൽ നമുക്ക് ഹിസ്റ്റോഗ്രാമോ അല്ലെങ്കിൽ ബാർ ചാർട്ടോ വെച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാം. കണ്ടിന്യൂവസ് ഡാറ്റയാണെങ്കിൽ ഹിസ്റ്റോഗ്രാം വെച്ചിട്ട് ചെയ്യാം. ഡിസ്ക്രീറ്റ് ഡാറ്റയാണെങ്കിൽ നമുക്ക് എന്താണ് ബാർ ചാർട്ടോ അല്ലെങ്കിൽ കോളം ചാർട്ടോ വെച്ചിട്ട് ചെയ്യാം. വൈൽ ഡിസ്പ്ലേയിങ് ഈ നോമിനൽ ഡാറ്റയാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ലൈക്ക് കൗണ്ട് ഓഫ് പീപ്പിൾ ഹാവിങ് ഡിഫറെൻറ്റ് ബ്ലഡ് ഗ്രൂപ്പ് ഷോൾ ഓൾസോ ബി ഡിസ്പ്ലേഡ് യൂസിങ് ബാർ ചാർട്ട് ഓർ പൈ ചാർട്ട്. ഓക്കെ, പൈ ചാർട്ട് പ്രൊവൈഡ്സ് ബെസ്റ്റ് റിസൾട്ട് വെൻ ഡാറ്റ ഈസ് കാൽക്കുലേറ്റഡ് ആസ് പേഴ്സൺ. നമ്മൾ പേഴ്സൻറ്റേജിൻ്റെ കണക്കിലാണ് നോക്കുന്നതെങ്കിൽ അതിൻ്റെ ബെസ്റ്റ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് നമ്മളെ പൈ ചാർട്ടാണ്.
Okay, while transforming the available data for creating chart, following steps shall provide better result. നമ്മളെ ഡാറ്റ കളക്ഷനെ നമ്മൾ ചാർട്ടായിട്ട് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ നമ്മൾ സ്വീകരിച്ചിരിക്കേണ്ട കുറച്ച് ഫോളോ ചെയ്യേണ്ട കുറച്ച് സ്റ്റെപ്സാണ് താഴെ പറയുന്നത്. ഫസ്റ്റ്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് വേരിയബിൾസ് ആദ്യം എന്ത് ചെയ്യണം? ഐഡൻറ്റിഫൈ ചെയ്യണം. ഐഡൻറ്റിഫൈ ഓൾ ദി വേരിയബിൾസ് അണ്ടർ വിച്ച് ദി ഡാറ്റ ഈസ് ക്ലാസിഫൈഡ് ഫോർ എ ബെറ്റർ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ ആൻഡ് ഇൻഫറൻസ് ജനറേഷൻ. പിന്നെ മിസ്സിംഗ് വാല്യൂസ്, ട്രീറ്റ്മെൻറ്റ് ഓഫ് വേരിയസ് സെൽസ് വിത്ത് മിസ്സിംഗ് വാല്യൂസ്. ഓരോ സെല്ലിനെയും നമ്മൾ എന്ത് ചെയ്യണം? എന്താ പറയുക, ഒബ്സർവ് ചെയ്തിരിക്കണം. അത് മിസ്സിംഗ് വാല്യൂസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിരിക്കണം. പിന്നെ ഔട്ട്ലേയേഴ്സ്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഔട്ട്ലേയേഴ്സ് വിത്ത് റെസ്പെക്ട് ട്രീറ്റ്മെൻറ്റ് ലീഡ്സ് ടു ബെറ്റർ ഇൻഫറൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചാർട്ട് അല്ലെങ്കിൽ ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ എന്താ? ഫസ്റ്റ് വൺ, ഡാറ്റ അക്വസിഷൻ, വേരിയബിൾ മാപ്പിംഗ്, സെലക്ട് വേരിയബിൾ ഫോർ ചാർട്ട് പ്രിപ്പറേഷൻ, പിന്നെ നമ്മൾ ഇൻസേർട്ട് ചാർട്ട്, റെക്കമെൻഡഡ് ചാർട്ട്. ഓക്കെ, കസ്റ്റമൈസ് ചാർട്ട് ടൈറ്റിൽ, ലെഗൻസ്, അതുപോലെ ചാർട്ട് ആക്സസ് പെർ റിക്വയർമെൻറ്റ്. The best data set below is comparing the prices of commodities at shop A and shop B. ഈ ഒരു ടേബിൾ നോക്കാം. അപ്പോൾ ടേബിൾ 18.2 തന്നിട്ടുള്ള ടേബിളിനനുസരിച്ചുള്ള ഒരു ചാർട്ടാണ് ഫിഗർ 18.4 തന്നിട്ടുള്ളത്, കമ്മ്യൂണിറ്റി പ്രൈസ് കമ്പാരിസൺ. വൈൽ കസ്റ്റമൈസിങ് ദി ചാർട്ട് ദർ ആർ ഫോളോയിങ് പ്രൊവിഷൻ അവൈലബിൾ. അതായത് നമ്മളൊരു ചാർട്ട് കസ്റ്റമൈസ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കേണ്ടത്? ലേഔട്ട് ഓപ്ഷൻ ഹെൽപ്സ് ഇൻ ചൂസിങ് ദി ലേഔട്ട് ഓഫ് ചാർട്ട് ആൻഡ് ഇൻട്രാക്ഷൻ വിത്ത് ദി ടെക്സ്റ്റ് അറൗണ്ട് ഇറ്റ്. അതായത് നമ്മൾ ചാർട്ടിൻ്റെ ലേഔട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ആ ചാർട്ടിൻ്റെ ലേഔട്ടിനനുസരിച്ചാണ് നമ്മുടെ അതിന് ചുറ്റുമുള്ള ടെക്സ്റ്റ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ആ ചാർട്ടിന് ഉണ്ടാവുള്ളൂ. പിന്നെ ടൈറ്റിൽ, ലെജൻസ്, ഗ്രിഡ് ലൈൻസ് ആൻഡ് ഡാറ്റ ലേബിൾസ് ക്യാൻ ബി ആഡഡ് ഓർ റിമൂവ്ഡ് ഫ്രം എക്സിസ്റ്റിംഗ് ചാർട്ട് യൂസിങ് ചാർട്ട് എലമെൻറ്റ് സെക്ഷൻ ഓഫ് കസ്റ്റമൈസേഷൻ. പിന്നെ എന്താണത്? വൈൽ ഡിസ്പ്ലേയിങ് ദി ചാർട്ട് ദർ ആർ സ്റ്റൈൽ ഓപ്ഷൻ അവൈലബിൾ ടു ചൂസ്. ദർ ഇസ് ആൻ ഓപ്ഷൻ ഫോർ ഫിൽറ്ററിങ് എമംഗ് ഓൾ ദി എലമെൻറ്റ്സ് ആൻഡ് ഡാറ്റ ലേബിൾസ് അവൈലബിൾ ഫോർ ഡിസ്പ്ലേ. ഓക്കെ, അത്രയും കാര്യങ്ങൾ നമ്മളൊരു ചാർട്ട് കസ്റ്റമൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് വരുന്നത് ക്രോസ് ടാബുലേഷൻ ആൻഡ് ചാർട്ടിംഗ് ആണ്. അപ്പോൾ അതിൽ പിവോട്ട് ടേബിളിനെ കുറിച്ചാണ് പറയുന്നത്. പിവോട്ട് ടേബിൾ എന്നൊക്കെ പ്രൊണൗൺസ് ചെയ്യും കേട്ടോ. പിവോട്ട് ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഡാറ്റൻ്റെ ടാബുലേഷൻ ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടേബിൾസാണ് പിവോട്ട് ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആൻഡ് പിവോട്ട് ചാർട്ട് ആർ യൂസ് ഇൻ ചാർട്ടിങ് ദി ക്രോസ് ടാബുലേറ്റഡ് ഡാറ്റ. നമ്മൾ ക്രോസ് ടാബുലേറ്റ് ആയിട്ടുള്ള ഡാറ്റ ചാർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പിവോട്ട് ചാർട്ട്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പ്രോസസ് ടു വാലിഡേറ്റ് ദി റിലേഷൻഷിപ്പ് എമംഗ് വേരിയസ് വേരിയബിൾസ്. നമ്മൾ ആ ഡാറ്റ സെറ്റിൽ യൂസ് ചെയ്തിട്ടുള്ള വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പിവോട്ട് ടേബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഹെൽപ്സ് ദി സെറ്റിംഗ് അപ്പ് കോറിലേഷൻ എമംഗ്സ് ദം. അതായത് ആ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ നമ്മളതിനെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിവോട്ട് ടേബിൾ ആർ യൂസ്ഡ് ടു റീഅറേഞ്ച് ഡിഫറെൻറ്റ് വേരിയബിൾസ് ഹാവിങ് ഡാറ്റ ഇൻ റെസ്പെക്റ്റീവ് കോളംസ്. അതായത് പിവോട്ട് ടേബിൾ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അതായത് നമ്മൾ ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് വാരിയബിൾസ് റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കോളംസൊക്കെ ആയിട്ട് നമുക്ക് റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിവോട്ട് ടേബിൾ യൂസ് ചെയ്യുന്നത്. ഫർദർമോർ ദർ ആർ അനലൈസ്ഡ് ടു റിക്വയർഡ് റിപ്പോർട്ട്. ആവശ്യമായിട്ടുള്ള റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാനും ഈ ഒരു പിവോട്ട് ടേബിൾ അനലൈസ് ചെയ്താൽ നമുക്ക് ആവശ്യമായിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ പിവോട്ട് ടേബിളിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അറേഞ്ച് ഡാറ്റ ഇൻ റോസ് ആൻഡ് കോളംസ് ഇൻ എ വർക്ക്ഷീറ്റ്. നമ്മളെ ഡാറ്റാനെ വർക്ക്ഷീറ്റിനകത്ത് കോളംസും റോസും ആക്കിയിട്ട് അറേഞ്ച് ചെയ്യാം. ഇൻസേർട്ട് പിവോട്ട് ടേബിൾ, സെലക്ട് ദി റോസ് ആൻഡ് കോളം ടു ബി യൂസ്ഡ്. അതായത് നമ്മളെന്ത് ചെയ്യുക? ഇൻസേർട്ട് മെനുവിൽ പിവോട്ട് ടേബിൾ അടിച്ചിട്ട് എന്താ പറയുക, നമുക്ക് യൂസ് ചെയ്യാനുള്ള റോസും കോളംസും സെലക്ട് ചെയ്യാം. എ ന്യൂ വർക്ക്ഷീറ്റ് ജനറേറ്റഡ് വിത്ത് ഇൻ്റർഫേസ് ഓഫ് ജനറേറ്റിംഗ് പിവോട്ട് ടേബിൾ. അപ്പോൾ നമുക്കൊരു ന്യൂ വർക്ക്ഷീറ്റാണ് തുറന്ന് വരിക. അതിൽ നമ്മൾ പിവോട്ട് ടേബിൾ ജനറേറ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ആ ന്യൂ വർക്ക്ഷീറ്റ് ജനറേറ്റ് ചെയ്ത് വരുന്നുണ്ടാവുക. സെലക്ട് ദി ഫീൽഡ്സ് ഫോർ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആസ് ഫിൽറ്റർ കോളംസ് ഓർ റോസ്. അതായത് നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി അതായത് ഫിൽറ്റേഴ്സും കോളംസും റോസൊക്കെ നമ്മൾ ഫീൽഡുകളായിട്ട് ഡ്രാഗ് ചെയ്യാൻ സെലക്ട് ചെയ്യാം. ഓക്കെ,
ഡ്രാഗ് ചെയ്യുക. അതായത് സെലക്ട് ദി ഫീൽഡ്സ് ഫോർ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആസ് ഫിൽട്ടർ. അതായത് നമ്മുടെ ഫീൽഡുകൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക, എങ്ങനെ ഫിൽട്ടറായിട്ടും അതുപോലെ കോളംസ് ആക്കിയിട്ടും റോസ് ആക്കിയിട്ടും. പിന്നെ ഫൈൻ ട്യൂൺ യുവർ കാൽക്കുലേഷൻ ബൈ ചൂസിങ് അഗ്രിഗേഷൻ ഫംഗ്ഷൻ ഇൻ വാല്യൂസ്. നമ്മുടെ വാല്യൂസിൽ അഗ്രിഗേഷൻ ഫംഗ്ഷൻ ചൂസ് ചെയ്തിട്ട് നമ്മുടെ കാൽക്കുലേഷനൊക്കെ ഫൈൻ ട്യൂൺ ചെയ്യുക കേട്ടോ. ഫൈൻ ട്യൂൺ ചെയ്യാന്ന് പറഞ്ഞാൽ കൂടുതൽ സൂക്ഷ്മതയുള്ളതാക്കാം. ഓക്കെ. ഓട്ടോമാറ്റിക്കലി ദി പിവോട്ട് ടേബിൾ സ്റ്റാർട്ട് ഗെറ്റിംഗ് ഷേപ്ഡ് അപ്പ്. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്പോൾ നമ്മുടെ പിവോട്ട് ടേബിൾ ഷേപ്പ് അപ്പ് ആയിട്ട് വന്നോളും. ഓക്കെ. അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എനി കൈൻഡ് ഓഫ് പ്രസൻറ്റേഷൻ. അപ്പോൾ നമ്മളെ ഡാറ്റ സെറ്റിനെ എങ്ങനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത്. ഓക്കെ.